സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവർ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന വിവാഹ തട്ടിപ്പ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അറിയാത്തവർ ഇന്ന് രാവിലെ ഞാനിട്ട വീഡിയോ ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമേ ആ ഒരു വീഡിയോ പോയി കാണുക. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. അവസാനത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ വീഡിയോ. ഈ രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ് നിർത്തുകയാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഒരു പെൺകുട്ടിയെ ആ ഒരു പയ്യൻ ചതിക്കുകയായിരുന്നു, നല്ല വൃത്തിക്ക് ചതിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചധികം വോയിസ് ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിക്കാം. ഇന്ന് ഈ ഒരു വോയിസ് ക്ലിപ്പ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്, കുറേയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്നൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ പയ്യൻ നല്ല വൃത്തിക്ക് ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും പറ്റിച്ചു. എന്നിട്ട് ആ പയ്യൻ നാട് വിട്ട് അവന്റെ സ്വന്തം നാടായ, ഇല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന നാടായ ഇറ്റലിയിലേക്ക് കടന്നു കളഞ്ഞു. ഈ ഒരു വിവരം പുറത്തറിഞ്ഞ് കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ പയ്യന്റെ വീട്ടുകാര് നല്ല വൃത്തിക്ക് ഒരു കഥ അങ്ങോട്ട് ഇറക്കി. വേറൊന്നുമല്ല, ആ പെൺകുട്ടി ഒരു ശിഖണ്ഡിയാണ്. പയ്യൻ ആദ്യരാത്രിയിൽ ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ദ വെരി നെക്സ്റ്റ് ഡേ അവൻ പെൺകുട്ടിയെ വീട്ടിലാക്കി നാട് കടന്നു. ഇങ്ങനെ ഒരു കഥ ഇവന്റെ കുടുംബക്കാരും വീട്ടുകാരും എല്ലാം കൂടി അങ്ങ് അടിച്ചിറക്കി. ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇന്നലത്തെ വോയിസ് ക്ലിപ്പ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വോയിസ് ക്ലിപ്പുകളൊക്കെ കേൾപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിനകത്തൊന്നും ഒരു ജെനുവിനിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവർ പറയുന്ന പല ആളുകളും പറയുന്ന പല കാര്യങ്ങളിലും ഒരു ജെനുവിനിറ്റി നമുക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 2-3 വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിക്കാം. അതിന്റെ ജെനുവിനിറ്റിയും ഒരു 100% അത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഒരു വോയിസ് ക്ലിപ്പിന്റെ ഇടയ്ക്ക് അവസാനം ഈ പയ്യൻ, അതായത് ഈ പെൺകുട്ടിയെ പറ്റിച്ച് നാട് കടന്ന പയ്യൻ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതാണ്ടൊക്കെ ജെനുവിൻ ആണ്. അത് അവൻ തന്നെയാണ് പറയുന്നതെന്ന് നമുക്ക് ആ വോയിസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളാണ് അവൻ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു വോയിസ് ക്ലിപ്പ്, ഒരു ബന്ധുവിന്റെ വോയിസ് ക്ലിപ്പ്, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധു, ഇതാ കേട്ടോ. ഈ ചെറുക്കൻ ഐത്തലപ്പള്ളി ഇടവക്കാരനാ. പട്ടായിൽ നിന്നാണ് അവരുടെ വീട്ടിൽ വരെ. ഇവർ താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത്. ഇവരാണ് പണ്ട് ഇറ്റലിയിൽ നിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ, ആ ചെറുക്കനായത്. പത്തനംതിട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു, ആ ചെറുക്കനായിരുന്നു. അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത്. തിരുമേനിയാ കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ചിട്ട് അന്ന് വൈകിട്ടായിരുന്നു കല്യാണം. എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും, ഇവരുടെ വീട്ടിലാ, പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു. ചെറുക്കനല്ല, ചെറുക്കനൊരു സൈക്കോ ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ അയാളെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ കൊച്ചൊക്കെ പേടിച്ചു പോയി. അതിനെ രാവിലെ ഇവൻ കൊണ്ട് വിട്ടിട്ട് ഇവർ നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയേ. എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണ ആണാ മറ്റേന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാക്കിയേക്കുക. കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല, സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല, കേറ്ററിംഗുകാരന്റെ പൈസ ഒന്നും കൊടുക്കാതാ പോയേക്കുന്നത്. അല്ലേ ഇവനെ ഒരു സൈക്കോ ഇവനെ എങ്ങനെ പോയിരിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഐത്തലപ്പള്ളി വന്ന് അനുവചനമൊക്കെ ആയിട്ട് സംസാരിച്ച് കേസ് കൊടുത്തേക്കുക. ചെറുക്കനെ ഇവിടെ തിരിച്ച് വിളിപ്പിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോ നിങ്ങൾ കേട്ടല്ലോ കാര്യങ്ങളൊക്കെ. ഞാൻ ഇപ്പോ എന്തുകൊണ്ട് ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ ഈ പയ്യന്റെ ഫോട്ടോ വെച്ചിട്ടില്ല, ഞാൻ ബ്ലർ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോ ആ പയ്യന്റെ ഫോട്ടോ വെക്കാനായിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏകദേശം മനസ്സിലായി അവന്റെ കയ്യിലാണ് മിസ്റ്റേക്ക് ഇൻ ദ സെൻസ്. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന കേട്ടിട്ട് അവൻ ആദ്യ രാത്രിയിൽ അവൻ വളരെ മോശമായിട്ടായിരിക്കാം ചിലപ്പോൾ ആ പെൺകുട്ടിയോട് ബിഹേവ് ചെയ്തത്. അത് ആ പെൺകുട്ടി സമ്മതിച്ച് കാണില്ല. ദ വെരി നെക്സ്റ്റ് ഡേ അവൻ ആ പെൺകുട്ടിയെ വീട്ടിലാക്കി അവൻ നാട് കടന്നു എന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അപ്പോഴും എനിക്കൊരു സംശയം വരുന്നത് എവിടെയാണെന്നറിയോ? എടാ പിന്നെ ഈ പയ്യനത് കാണുന്നുണ്ടെങ്കിൽ എടാ മോനെ സുന്ദര, നിനക്ക് അറ്റ്ലീസ്റ്റ് നിന്റെ കല്യാണം നടത്താൻ കാറ്ററിംഗുകാർക്കും അവർക്കും കൊടുക്കാനുള്ള കാശൊക്കെ നിനക്ക് കൊടുത്തിട്ട് നാട് കിടക്കാറുന്നല്ലോ. ഇതെന്തിനാടാ ബാക്കിയുള്ളവരുടെ മറ്റേ അണ്ണാക്കിലിട്ട് നീ പടക്കം പൊട്ടിച്ചിട്ട് പോയത്? അതൊരുമാതിരി വല്ലാത്ത പരിപാടിയായി പോയി. എന്താണെങ്കിലും പിന്നെ ആ പെൺകുട്ടിയോട് നീ ചെയ്തതിന് ഒരിക്കലും മാപ്പില്ല. പ്രത്യേകിച്ച് നീ ചെയ്തതായിരിക്കില്ല, അല്ലെങ്കിൽ നീ പറഞ്ഞുണ്ടാക്കിയതായിരിക്കില്ല അവൾ ഇങ്ങനെ ഒരാളാണെന്ന്. പക്ഷെ നിന്റെ കുടുംബക്കാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിറക്കി, അതിന് നിനക്കും പങ്കുണ്ട്. കാരണം നീ പ്ലാൻ ചെയ്ത് ഈ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയതാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം
കല്യാണം കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഡേ ഇവൻ അത്രയും പെട്ടെന്ന് ഇവൻ മറ്റേ എമർജൻസി ടിക്കറ്റ് ഒക്കെ കയറി ഇവൻ എടുത്ത് നാട് വിടണമെങ്കിൽ എമർജൻസി ടിക്കറ്റ് എന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു 24 hours 12 hours മുമ്പൊക്കെ ടിക്കറ്റ് എടുക്കണ്ടേ എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എനിക്കറിയില്ല, ചിലപ്പം പെട്ടെന്ന് ചിലപ്പോൾ ഒരു 3-4 hours മുന്നേ ഒക്കെ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചാൻസുകൾ, ഞാൻ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് അന്വേഷിക്കട്ടെ. എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ടിക്കറ്റ് ഇടുന്നു. പെട്ടെന്ന് ഇറ്റലി, യൂറോപ്പിലേക്കുള്ള അല്ലെങ്കിൽ ലണ്ടനിലേക്കുള്ള ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുമ്പേ തന്നെ വിറ്റ് പോകും. അതുകൊണ്ട് തന്നെ ഇവൻ ഈ എമർജൻസി ടിക്കറ്റ് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെയാണ് നമുക്ക് സംശയങ്ങൾ തോന്നുന്നത്. ഒന്നുകിൽ ഇവൻ പ്ലാൻ ചെയ്ത് നേരത്തെ എന്തിനു വേണ്ടി, അപ്പോഴും ഒരു ഉത്തരം നമുക്ക് കിട്ടാനുണ്ട്. എന്തിനു വേണ്ടി അങ്ങനെ അവൻ പറ്റിച്ചിട്ട് പോയി. പിന്നെ വേറൊരാൾ അല്ലെങ്കിൽ അടുത്ത ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കാം. അതിനകത്ത് ഒരു അമ്മച്ചി ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടെ കേൾക്കും, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. അവൻ അങ്ങനെ പറയുന്നു. ഇവരെ ദുബൈ ജോലിയുള്ള പെണ്ണ, ഇതിന് 4 ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാ. പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമരുന്നും എല്ലാ സ്വഭാവം ഇവൻ്റെ ഉണ്ട്. ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. നമ്മുടെ ഐത്തലിൽ തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട്. ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു ഇവൻ മഹാപിഴയാണ്. ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലും കാണുകയും അങ്ങനെ മയക്കുമരുന്നിന് അടിമയുള്ളവനാ. അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല, പെണ്ണ് ഇതാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. പെണ്ണിന് തള്ളയുമില്ല. തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ, അല്ല ഇവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാണ്. അവിടെ തള്ളയുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു. എന്തുവായാലും കേസ് കൊടുത്തവർ. ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ. ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെന്ന് കെട്ടി വെച്ച അവന് രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ അമ്മച്ചി അവസാനം പറഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇവൻ കരുതിക്കൂട്ടി ഇവൻ, കാരണം ആ ഒരു ടിക്കറ്റിന്റെ കേസൊക്കെ പറയുന്നു. ഇവൻ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ പോവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കും അതിനകത്തൊരു സംശയമുള്ളൊരു കാര്യമാണ്. നേരത്തെ ഇവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഞാൻ ഇനി അവന്റെ വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഇവൻ ഈ ഒരു കല്യാണത്തിന്റെ തലേദിവസം ഭയങ്കര വൾഗറായിട്ട് ഇപ്പൊ അവൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് ഇപ്പം അവരൊക്കെ പറയുന്നത്. നമുക്ക് അറിയില്ല അതിനകത്തൊക്കെ എന്തോരം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത്. അതൊക്കെ തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവനെ അത് പറഞ്ഞ് തെറി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അവൻ ഇപ്പൊ ഒരാൾ പറഞ്ഞു അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പറഞ്ഞ് നീ ഡ്രഗ് അഡിക്റ്റ് ആണ് അതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പേഴ്സണലി അറിയില്ല. വെറുതെ അത് പറഞ്ഞ് തെറി പറയാൻ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ വേറെയും കുറെ വോയിസ് ക്ലിപ്പുകളൊക്കെ എൻ്റെ കിടപ്പുണ്ട്. അതിനകത്തുനിന്നൊക്കെ ഞാൻ എല്ലാം ഒന്നും നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ തരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും വലിയ രീതിയിൽ നാറിയിട്ടുണ്ട്. കാരണം നിങ്ങളിൽ കുറെ ആളുകളൊന്നും ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പെൺകുട്ടിയുടെയും ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഇതുപോലെ എത്ര പേരുടെയിലേക്ക് ചെന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഈ പെൺകുട്ടി എക്സ്പോസ്ഡ് ആവുകയല്ലേ ചെയ്തത്. ഇവൻ ഒറ്റൊരുത്തൻ കാരണം. ആ പെൺകുട്ടിയുടെ മുഖം ഒരുപാട് പേര് കണ്ടു. ആ പെൺകുട്ടി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരത്തുന്ന ആ പയ്യന്റെ കുറെ കുടുംബക്കാരെ നമ്മൾ കണ്ടു. ഒരു 10% ആളുകളെങ്കിലും ആദ്യമേ ഈ പെൺകുട്ടി ആ ഒരു കണ്ണുകൊണ്ടല്ലായിരിക്കില്ലേ നോക്കിക്കാണുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. ഇവനെ ഇപ്പം ഞാൻ വേറൊരു വോയിസ് ക്ലിപ്പിൽ കേട്ടത് വെച്ചിട്ട് അവന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അവൻ തന്നെ അത് പറയുന്നുണ്ട്. നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കൂ, എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ബാക്കി സംസാരിക്കാം. ഹലോ ചേച്ചി, ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ ഒന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവളൊക്കെ അറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുടെ, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം. അവന്റെ പപ്പായ്ക്കോ അമ്മായിക്കോ ഒന്നും അറിയില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതുപോലെ തന്നെ അവന്റെ
ഞാൻ അറിഞ്ഞത് വെച്ച് അവന്റെ അപ്പം മരിച്ചതല്ലേ. അപ്പൊ എന്താണെങ്കിലും അത് നമുക്കിവിടെ വിഷയമുള്ള കാര്യമല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ അത് തിരക്കാൻ പോകുന്നില്ല. പക്ഷെ അവൻ പറയുന്നത് ആ പെൺകുട്ടിയുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അവൾക്ക് നല്ല സൗന്ദര്യമുണ്ട് എന്ന് അവൻ തന്നെ പറയുന്നു. പിന്നെ ആരാണ് ഇവിടെ പറഞ്ഞിറക്കിയത് ആ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളത്? ഫസ്റ്റ് അത് വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കുടുങ്ങാൻ പോകുന്നത് എന്റെ അറിവിൽ ചില നാട്ടുകാർ തെണ്ടികളും ഈ പയ്യന്റെ കുടുംബക്കാരും ആയിരിക്കും. അപ്പൊ അവർക്കും കൊടുക്കണം പണി, അല്ലാതെ ഇവനെ മാത്രം. ഇവൻ കാണിച്ചത് തെണ്ടിത്തരം, അതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. പ്രത്യേകിച്ച് അവൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, അവന്റെ സങ്കല്പത്തിലെ ഒരു സൗന്ദര്യം ആ പെൺകുട്ടിക്കില്ല. എപ്പോഴാണ് ഇവന് തോന്നിയത് ഈ സങ്കല്പത്തിലെ സൗന്ദര്യം ഇല്ലെന്ന്? ആദ്യരാത്രിയിലോ? ആദ്യരാത്രി വേറെ എങ്ങനെയെങ്കിലും കണ്ടപ്പോഴാണോ ഇവൻ തോന്നിയത് ഇവന് അവൻ സൗന്ദര്യം? അവൻ വേറെ എന്തെങ്കിലും, അവൻ ചിലപ്പോൾ വേറെ ഇറ്റലിയിലല്ലേ, ചിലപ്പോൾ അവിടുത്തെ ചിലപ്പം നേരത്തെ ഒരു അമ്മച്ചി പറഞ്ഞാണ് ഇവന്റെ ബ്ലൂ ഫിലിം അഡിക്റ്റ് എന്നൊക്കെ പറയുന്നു. അവൻ അതെല്ലാം കണ്ട് അവന്റെ സങ്കല്പം വേറെ ആയിരുന്നിരിക്കുക. അവൻ നാട്ടിൽ വന്ന് ഈ പെൺകുട്ടിയോട് ചിലപ്പോൾ ആ രീതിയിൽ വല്ലോ അന്നത്തെ പ്രശ്നമായിട്ട് അങ്ങനെ വല്ലതും നിന്ന് കാണുമായിരിക്കും. അവൻ ചിലപ്പോൾ അത് കണ്ടപ്പോഴായിരിക്കും അവൻ അയ്യോ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല, ആ ഒരു സാധനം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടായിരിക്കാം ഇവനിപ്പോ ഈ ഡയലോഗ് പറയുന്നത്. അവന്റെ സങ്കല്പത്തിലെ സൗന്ദര്യം, അല്ലെങ്കിൽ അവൻ ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിവാഹ നിശ്ചയം, ഇപ്പൊ നാട്ടിൽ വന്ന പെൺകുട്ടിയെ കണ്ടു കാണുമല്ലോ, വിവാഹ നിശ്ചയം ഉണ്ടായിരുന്നല്ലോ, ഈ സമയത്തൊക്കെ അവന് ഓക്കെ ഞാൻ ഉദ്ദേശിച്ച ഒരു പെൺകുട്ടിയല്ല, ആ ഒരു സൗന്ദര്യം ഇല്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ കല്യാണം നിർത്തായിരുന്നു. അതൊന്നും ചെയ്യാതെ കല്യാണം വിവാഹ നിശ്ചയവും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി റൂമിൽ കയറിയപ്പോഴാണ് അവന്റെ സങ്കല്പത്തിലെ സൗന്ദര്യം ഇല്ല എന്നും പറഞ്ഞു. അപ്പം നമ്മളെല്ലാരും ഒന്ന് ഊഹിക്കും, ഓക്കെ അവനപ്പം വേറെയാണ് അവന്റെ സൗന്ദര്യം, അവന്റെ സങ്കല്പത്തിലെ വേറെ പരിപാടി, മനസ്സിലായില്ലേ? ആ ഒരു സാധനം കിട്ടി കാണത്തില്ല, അവർ പെൺകുട്ടി പാവമായിരുന്നായിരിക്കാം. അത് കണ്ടപ്പോഴത്തേക്ക് അവൻ അടുത്ത ദിവസം സ്കൂട്ടായി. അത്രേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്, അത്രേ ഉള്ളൂ. അതിന്റെ പേരും പറഞ്ഞ് നാട് കടന്നവന് നല്ല പണി കിട്ടണം. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞു പരത്തിയ കുടുംബക്കാർക്കും നല്ല പണി കിട്ടണം. അവർക്ക് വേണം ഫസ്റ്റ് പണി കൊടുക്കാൻ, എന്നിട്ട് വേണം അവനെയും വിളിച്ച് അവനെ നല്ല പണി പിടിച്ചകത്തിടണം അവനെ. കാരണം ഈ ഒരു ഡയലോഗൊക്കെ അടിച്ചിട്ട് അവന്റെ സങ്കല്പത്തിലെ സൗന്ദര്യം ആദ്യരാത്രി കഴിഞ്ഞപ്പോ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടം, വളരെ 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 ശോചനീയം. അപ്പം ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു വിഷയമായിരുന്നു. പെൺകുട്ടിയെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, അവളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് നമുക്കറിയില്ല, വെറുതെ അവളെ കല്ലെറിയാൻ ഞാനില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഞാൻ എന്താണോ ചിന്തിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അവസാനം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനപ്പോ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞു വെച്ചു. നിങ്ങൾക്ക് ഇനി ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.